വയനാട്ടിലേക്കാണ് ഇന്നത്തെ ദൈവമേ കൈതൊഴാം. വയനാട്ടിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ ആദ്യകാല മുസ്ലിം പള്ളികളിൽ ഒന്നാണ് വാരംപറ്റ ജുമാ മസ്ജിദ്. വടക്കൻ മലബാറിൽ നിന്നെത്തിയ കുടിയേറ്റക്കാരാണ് ഈ പള്ളി സ്ഥാപിച്ചത്. ഒപ്പം മതപഠന കേന്ദ്രങ്ങളും ആരംഭിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികളാണ് പള്ളി സന്ദർശിക്കാൻ ദിനം പ്രതി ഇവിടേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് ആ വിശേഷങ്ങൾ കാണാം ഇന്നത്തെ ദൈവമേ കൈതൊഴാം. വർഷം പഴക്കമുള്ള വയനാട്ടിലെ ആദ്യ മുസ്ലിം ദേവാലയങ്ങളിലൊന്ന്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ പ്രാർത്ഥനയ്ക്കും നേർച്ചകൾക്കുമായി എത്തുന്നത്. വയനാട് കണിയാമ്പാറ്റയ്ക്ക് സമീപമുള്ള വാരാമ്പറ്റ എന്ന പ്രദേശത്താണ് ഈ പുരാതന പള്ളി സ്ഥിതി ചെയ്യുന്നത്. വടക്കൻ മലബാറിൽ നിന്നും വയനാട്ടിലെത്തിയ ആദ്യകാല കുടിയേറ്റക്കാരായ മുസ്ലിങ്ങളാണ് ഈ പള്ളി സ്ഥാപിച്ചത്. പള്ളി പിന്നീട് പുതുക്കിപ്പണിതെങ്കിലും ആദ്യകാല നിർമ്മിതികൾ അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. മനോഹരമായ അകത്തളങ്ങളും ഇടനാഴികളും ഈ പള്ളിയുടെ പ്രത്യേകതയാണ്. വിശ്വാസികൾക്ക് ശാന്തമായി പ്രാർത്ഥിക്കാനായി സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം കൂടി ഇവിടെയുണ്ട്. പഴയകാല കേരളീയ വാസ്തുവിദ്യയുടെയും ഇസ്ലാമിക കലയുടെയും ഒരു സമ്മിശ്ര രൂപം പഴയ പള്ളിയിൽ കാണാം. ജില്ലയിൽ ആദ്യകാല മതപ്രചാരണത്തിനായി ഡൽഹിയിൽ നിന്നെത്തിയ സൂഫി വര്യനായ സയ്യിദ് അലി അക്ബർ കോയ തങ്ങളുടെ ശവകുടീരം ഈ പള്ളിക്ക് സമീപമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മതപ്രചാരകൻ എന്നതിലുപരി പ്രദേശത്തെ ജനങ്ങളുടെ രോഗപീഠകൾക്കും പ്രയാസങ്ങൾക്കും ആശ്വാസം നൽകിയിരുന്ന ഒരു ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം. ഈ മഖാം സന്ദർശിക്കാനും നേർച്ച കാഴ്ചകൾ അർപ്പിക്കാനുമായി ജില്ലയിലെ അകത്തും പുറത്തു നിന്നുമായി നാനാജാതി മതസ്ഥരാണ് വന്നെത്തുന്നത്. മീനം 14 അത് വള്ളിയൂർക്കാവും ഇതും ഒരേ ഡേറ്റിലായിട്ടാണ് വരുന്നതും. അതൊക്കെ പുരാതന കാലം മുതലേ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വരാമ്പറ്റ കഴിഞ്ഞാൽ പിന്നെ വള്ളിയൂർക്കാവിലേക്കാണ് ജനങ്ങൾ പോകുന്നത്. അപ്പോൾ രണ്ട് മതസ്ഥരും കൂടി ഉള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി 28-ന് പള്ളിയിൽ നടക്കാറുള്ള വാരാമ്പറ്റ നേർച്ച വളരെ പ്രശസ്തമാണ്. ഈ ദിവസം ആയിരക്കണക്കിന് ജനങ്ങളാണ് പള്ളി സന്ദർശിക്കാനും അന്നേ ദിവസം നടക്കുന്ന അന്നദാനത്തിൽ പങ്കെടുക്കാനുമായി എത്തുന്നത്. ഈ ദിവസം തന്നെയാണ് സമീപത്തുള്ള വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. വാരാമ്പറ്റ നേർച്ചയ്ക്കെത്തുന്ന വിശ്വാസികൾ പിന്നീട് പോകുന്നത് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം കൂടാനാണ്. നാനാജാതി മതസ്ഥർ വന്നെത്തുന്ന വാരാമ്പറ്റ മഖാം മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ പ്രതീകം കൂടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് കേരളത്തിൽ തന്നെ അറിയപ്പെട്ട പണ്ഡിത വര്യന്മാർ നേതൃത്വം നൽകിയ ഒരു ദർസ് ഇവിടെ വർഷങ്ങളായിട്ട് ഈ പള്ളിയുടെ തുടക്കം മുതൽ നടന്നു വന്നിരുന്നു. പള്ളിയുടെ മുകളിൽ തന്നെ മതപഠന രംഗത്തുള്ള ഒരു വേദിയായിരുന്നു ആ ദർസ്. അത് പിന്നീട് സയ്യിദ് അലി അക്ബർ ദിലിക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ വലിയൻ്റെ നാമധേയത്തിൽ സാദാ അറബി കോളേജ് എന്ന പേരിൽ വലിയൊരു സ്ഥാപനം തുടങ്ങുകയും വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായി നടന്നു വരുന്നുണ്ട്. പള്ളി സ്ഥാപിച്ച കാലം മുതൽക്ക് തന്നെ ഇവിടെ മതപഠനശാലയും ആരംഭിച്ചിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട മതപണ്ഡിതരെല്ലാം മതപഠനശാല സന്ദർശിക്കാനും കുട്ടികൾക്ക് അറിവ് പകരാനുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. പഴയകാലത്ത് കേരളത്തിലെ അറിയപ്പെട്ട പണ്ഡിതന്മാർ ദർസ് നടത്തിയിരുന്നു. പിന്നീട് കാലോചിതമായി മാറ്റം വരുത്തിക്കൊണ്ട് ആ മഹാന്റെ നാമധേയത്തിൽ ഷഹാദ അറബിക് കോളേജ് എന്ന സ്ഥാപനമാണ് ഇപ്പോൾ നടത്തിപ്പോരുന്നത്. കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച പള്ളി കൂടിയാണ് വാരാമ്പാറ്റ ജുമാ മസ്ജിദ്. ന്യൂസ് മലയാളം, വയനാട്.